വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് മുരിങ്ങ ഇലയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒത്തിരി വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മുരിങ്ങയില വളരെ നല്ലതാണ് എന്നറിയാം. പക്ഷേ വളരെ ചില വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ചില ശരീരപ്രകൃതിയുള്ളവർക്ക്, അല്ലെങ്കിൽ ചില രോഗങ്ങളുള്ളവർക്ക് മുരിങ്ങയില കഴിക്കുന്നത് ആ രോഗം വർദ്ധിക്കാൻ ഇടയാകുന്നുണ്ട്. ഏതൊക്കെ വ്യക്തികൾക്കാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങളുള്ളവർക്കാണ് ഈ ഒരു മുരിങ്ങയില കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്ന് മോർണിംഗിൽ ഒരു OP ഒരു രോഗി വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പൻഡിസൈറ്റിസിൻ്റെ വേദനയാണ്. അത് ഇടയ്ക്കൊക്കെ വരും പോകും, അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് അതിൻ്റെ വേദനയില്ല. പക്ഷേ ഈ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ആ വേദന വീണ്ടും ആരംഭിച്ചു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചൊരു കാര്യം, എന്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു വേദന വീണ്ടും ആരംഭിച്ചത്? അപ്പോൾ ആൾ ഓർത്തെടുത്ത് പറഞ്ഞത്, ഒരു ദിവസം മുരിങ്ങയില കൊണ്ടുള്ള കറികളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു വേദന വീണ്ടും ആരംഭിച്ചത്. അത് കേട്ടപ്പോഴാണ് ഞാൻ മുരിങ്ങയിലയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദം എന്ത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുരിങ്ങയിലയെക്കുറിച്ച് ആയുർവേദം പറയുക, അത് ലഘു രൂക്ഷ തീക്ഷ്ണ ഗുണമുള്ള ഒരു ചെടിയാണെന്ന് പറയും. അതായത് ലഘുസ്വഭാവം, വളരെ ലൈറ്റായിട്ടുള്ളതാണ്. അതേസമയം ഭയങ്കര രൂക്ഷ ഗുണമുള്ളതാണ്. അതേസമയം തന്നെ വളരെ തീക്ഷ്ണ സ്വഭാവമുള്ള ഒരു ഇലയായിട്ടാണ് ആയുർവേദം അതിനെ കണക്കാക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ അത് വിഭാഗത്തിൽ കടുവാണെന്ന് പറയും. അത് ദഹിച്ച് കഴിയുമ്പോൾ അത് വളരെയധികം എരിവ് രസത്തെ ഉണ്ടാക്കുന്ന ഒരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വീര്യം എന്ന് പറയുന്നത്, നമുക്ക് ഓരോന്ന് നമ്മൾ പാല് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശീതമാണ്, തണുപ്പാണ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ അത് ഉഷ്ണത്തെയാണ്, ചൂടിനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു അപ്പൻഡിസൈറ്റിസ് വന്ന ഒരു വ്യക്തിയിൽ മുരിങ്ങയില കഴിക്കുമ്പോൾ ഓൾറെഡി അയാളുടെ ഇൻഫ്ലമേഷൻ മൈൽഡായിട്ട് അപ്പൻഡിക്സിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ മുരിങ്ങയില കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ആ ഇൻഫ്ലമേഷനെ, അത് നീർക്കെട്ടിനെ വർദ്ധിപ്പിക്കുന്നു. അപ്പോഴാണ് വീണ്ടും മന്ദഗതിയിൽ, അല്ലെങ്കിൽ ഒരു വേദനയിൽ, ഒരു പഴുപ്പ്, മൈൽഡായിട്ട് നിന്ന പഴുപ്പിനെ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഇടയാക്കിയത്. ഇത് പല കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് മുരിങ്ങയിലയുടെ ഈ ഒരു അപകടത്തെ മനസ്സിലാക്കിയത് ഫിസ്റ്റുല രോഗികളിലാണ്. അസിഡിറ്റി മൂലമുള്ള ഫിസ്റ്റുല രോഗികളിൽ മുരിങ്ങയില കഴിക്കുമ്പോൾ, മരുന്ന് കൊടുത്ത് നമ്മൾ അസിഡിറ്റി മാറ്റി ഫിസ്റ്റുല ഉണക്കി കഴിയുമ്പോൾ ഇവർ വളരെ ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ 6 മാസമൊന്നും പഴുപ്പൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർ വന്ന് പറയും, ഡോക്ടറെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് വീണ്ടും പഴുപ്പ് വരാൻ തുടങ്ങി. നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് എന്തൊക്കെ ഭക്ഷണങ്ങളെക്കുറിച്ച് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പലപ്പോഴും വില്ലനായിട്ട് വരാറുള്ളത് മുരിങ്ങയിലയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മുരിങ്ങയില വളരെയധികം അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും, അല്ലെങ്കിൽ ഇത്തരത്തിലെ പഴുപ്പിനെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ മുരിങ്ങയിലയുടെ ഈ അപകടവശത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത്. നമുക്ക് ശരീരത്തിൽ ഓരോ അവയവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ തലമുടി കൊഴിച്ചിൽ, അസിഡിറ്റി മൂലമുള്ള തലമുടി കൊഴിച്ചിൽ ഉള്ളവരെ മുരിങ്ങയില കഴിക്കുമ്പോൾ വീണ്ടും അസിഡിറ്റി വർദ്ധിക്കുകയും തലമുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അതേസമയം പോഷണങ്ങളുടെ കുറവ് കൊണ്ടാണ് മുടി കൊഴിയുന്നതെങ്കിൽ മുരിങ്ങയില കഴിച്ചാൽ കൂടുതൽ മുടി വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോറിയാസിസ് പോലെ ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ്, ഇൻഫ്ലമേഷനുള്ള ഒരു തരം രോഗമാണ്. ഇത്തരത്തിൽ അസിഡിറ്റി മൂലമുള്ള സോറിയാസിസ് ആണെങ്കിൽ അവിടെ മുരിങ്ങയില കഴിച്ചാൽ ഈ സോറിയാസിസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റു രോഗമാണ് അലർജി രോഗങ്ങൾ. ഇപ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തുമ്മലുണ്ടാവുക, ഇത്തരക്കാർ നോക്കുക. ഒരു ദിവസം മുരിങ്ങയില കഴിച്ചാൽ പിറ്റത്തെ ദിവസം അതിൻ്റെ ഒരു തുമ്മൽ കുറച്ചുകൂടി ശക്തിയാവുക, അല്ലെങ്കിൽ അലർജിക് ചുമയുള്ളവർ, അത്തരക്കാരിൽ അലർജിക് ബ്രോങ്കൈറ്റിസ് ഉള്ളവരിൽ മുരിങ്ങയില കഴിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് ഈ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഉറപ്പായിട്ടുള്ള കണ്ണിൻ്റെ പ്രശ്നം, കണ്ണിൽ ചൂടുള്ളവർ, കണ്ണിൽ ചുവന്നിരിക്കുന്നവർ, കണ്ണിൽ പഴുപ്പുള്ളവർ, ഇവർ മുരിങ്ങയില കഴിച്ചാൽ അത് വർദ്ധിക്കും. കുടൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ അത് അസിഡിറ്റി ഉണ്ടാക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ആയുർവേദത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. തീക്ഷ്ണ സ്വഭാവമുള്ളതാണ്, സരസ്വഭാവം എന്ന് പറയും. അതായത് അതിസാരം, അത് സരസ്വഭാവം, അതായത് അതിസരിച്ച് പോകുക എന്നൊക്കെ പറയും. അതായത് വയറിളകി പോകുന്നവർ, IBS, ക്രോൺസ്, ഈ തരത്തിൽ രോഗമുള്ളവർക്ക് മുരിങ്ങയില കഴിച്ചാൽ ഈ വയറുവേദന വർദ്ധിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. കൊച്ചുകുട്ടികളിലേക്ക് മിസെൻട്രിക് അഡിനൈറ്റിസ് പറയും, ഉദരഭാഗത്തുള്ള കലകളിൽ, ടിഷ്യൂസിൽ നീർക്കെട്ടുണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ ഏത് അവയവത്തിലേക്ക് നോക്കി കഴിയുമ്പോഴും അവിടെ എവിടെയൊക്കെ നീർക്കെട്ടുണ്ടോ ആ നീർക്കെട്ടിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ, അതേസമയം ശരീരത്തിൽ നീർക്കെട്ടില്ലാത്തവർക്ക് മുരിങ്ങയില കഴിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് മനുഷ്യ ശരീരം. നമ്മൾ പൊതുവെ രോഗികൾ ചിലവരുടെ ശരീരം പറയും ഇപ്പോഴും ഭയങ്കര ചൂടാണ്, ചിലവരുടെ ശരീരം ഭയങ്കര നോർമലാണ്, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ്. ഈ അസിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന ഒരു പിത്തപ്രധാനമായ ശരീരമുള്ളവരുടെ ശരീരം എപ്പോഴും ചൂടായിരിക്കും. ഈ മുരിങ്ങയിലയുടെ ഗുണം നമ്മൾ നേരത്തെ കണ്ടു, അത് ഉഷ്ണ സ്വഭാവമുള്ളതാണ്. അപ്പോൾ ശരീരം ഓൾറെഡി ചൂടുള്ള വ്യക്തികൾ വീണ്ടും മുരിങ്ങയില കഴിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ശരീരം ഓൾറെഡി ചൂട് ശരീരപ്രകൃതി ഉള്ളവർ മുരിങ്ങയില കഴിക്കുന്നത് അത്ര നന്നാവില്ല. അതുപോലെ തന്നെ ഇത്ര പഴുപ്പ് പോലെയുള്ള സ്കിൻ ഡിസീസോ അല്ലെങ്കിൽ കണ്ണ് രോഗങ്ങളോ അല്ലെങ്കിൽ അലർജി രോഗങ്ങളോ ഇത്തരം രോഗങ്ങളുള്ളവർ ഈ വീണ്ടും മുരിങ്ങയില കഴിക്കുമ്പോൾ ആ രോഗം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു കുഴപ്പമില്ലാത്തവർക്ക് മുരിങ്ങയില കഴിക്കാം, പക്ഷേ ഇത്തരം ശരീരപ്രകൃതിക്കാർ ഒഴിവാക്കുകയാണ് നല്ലത്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്